ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പുറകിൽ ആ വണ്ടി ഇപ്പോഴും ഉണ്ട്. അവർക്ക് എന്തോ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നു. വരുൺ, എങ്കിൽ നമുക്ക് തിരിച്ചു പോയാലോ? വെറുതെ എന്തിനൊരു പരീക്ഷണത്തിന് നിൽക്കുന്നത്? ദേ, തിരിച്ചു പോക്കൊന്നുമില്ല. കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞേ പറ്റൂ. എന്താ? നമ്മൾ കാർ നിർത്തിയപ്പോ ആ വണ്ടി നിർത്തി. എന്താ കാര്യം എന്നറിയില്ല. വരുണ് സംശയമാണെങ്കിൽ പോയി നോക്കിക്കൂടെ? ആഹേ, പറയാൻ പറ്റില്ലടോ. ചില മയക്കുമരുന്ന് ടീമുകളുണ്ട്. ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. എന്തായാലും പോവാം. ഇല്ല ചാ, ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല. കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് അച്ഛനെ വിളിക്കാം. ആ ശരി അച്ഛൻ. സർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോ ഹോപ്പ്. മാരകമായ പോയിസണാണ് അവരുടെ ഉള്ളിലെത്തിയിരിക്കുന്നത്. അത് ഏത് വഴിയായിരിക്കാം? സർ, ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം ചെറിയമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല. എനിവേ, ഞങ്ങൾക്ക് ചെയ്യാവുന്നത് ഞങ്ങൾ ശ്രമിക്കാം. ഒരു 24 അവേഴ്സിൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ. ഓക്കെ. കൽപ്പന, കണിമംഗലത്ത് നിന്ന് ഉർവശിയെ ഇറക്കി വിട്ടതിന് ശേഷവും അവളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നത് നീ മാത്രം. നീ അവളെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതും ഭക്ഷണം കൊടുത്തിരുന്നതും ഒക്കെ സത്യമല്ലേ? അപ്പോ ഉർവശി നിന്നെ വിളിക്കാറുണ്ടായിരിക്കുമല്ലോ? ഏയ് ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. കൽപ്പന, കള്ളം പറയാനുള്ള സമയമല്ലത്. ചെറിയമ്മ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് നമ്മുടെ വീട്ടിൽ വെച്ചാ. അപ്പൊ അന്വേഷണം നമ്മളെ വീട്ടിൽ ചുറ്റിപ്പറ്റി ആയിരിക്കും. എന്തെങ്കിലും അറിയാമെങ്കിൽ താൻ ഇപ്പൊ പറയണം. സൂര്യ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. അമ്മയും മുത്തശ്ശിയും പറഞ്ഞപ്പോ ചെറിയമ്മയുടെ ഒരു കാര്യവും ഞാൻ അന്വേഷിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ. ചെറിയമ്മ അങ്ങനെ ചെയ്തതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് നമ്മുടെ കുടുംബമാ വലുത്. കൽപ്പന, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നീ അത് നിഷേധിക്കാറുണ്ട്. പിന്നീട് നിനക്കതിൽ പങ്കുണ്ടെന്ന് തെളിയാറുമുണ്ട്. ഇതൊരു സാധാരണ പ്രശ്നമല്ല. ഉർവശിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? എനിക്കറിയില്ലമ്മേ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ക്രിട്ടിക്കലാണെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്ത് സംഭവിച്ചാലും നേരിടാൻ നമ്മുടെ മനസ്സ് തയ്യാറായിരിക്കണം. എന്തായിരുന്നു അവൾക്ക് കണിമംഗലത്ത് കുറവ്? എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്? എന്നിട്ട് എന്ത് നേടി? പുറകിൽ ആ വണ്ടി ഇപ്പോഴും ഉണ്ട്. അവർക്ക് എന്തോ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നു. വരുൺ, എങ്കിൽ നമുക്ക് തിരിച്ചു പോയാലോ? വെറുതെ എന്തിനൊരു പരീക്ഷണത്തിന് നിൽക്കുന്നത്? ദേ, തിരിച്ചു പോക്കൊന്നുമില്ല. കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞേ പറ്റൂ. നമുക്കെന്തായാലും കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്യാം. വഴിയിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ അടുത്തെത്തുമ്പോൾ വണ്ടി നമുക്കങ്ങ് ബ്ലോക്ക് ചെയ്യാം.
വരുണല്ലേ പറഞ്ഞത് എന്തേലും പ്രശ്നക്കാരായിരിക്കുന്നു. സമാധാനമായിട്ട് ഒരു യാത്ര സമ്മതിക്കുന്നില്ലെങ്കിൽ അത് നേരിടാൻ നമ്മൾ ശീലിക്കണ്ടേ? ധൈര്യമായിട്ടിരിക്കേ. അമ്മാര് വലത്തോട്ട് തിരിഞ്ഞല്ലോ. കണ്ടോ, ഇപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ. ഇവരെ നമ്മൾ ഈ നേരം വരെ പേടിച്ചത്. എടോ, കാലം നല്ലതല്ല. ചിലതിനൊക്കെ പേടിച്ചല്ലേ പറ്റൂ. ആ, എന്തായാലും അതങ്ങ് കഴിഞ്ഞല്ലോ. ഞാനും ശരിക്കും പേടിച്ചു കേട്ടോ. ആദ്യമായിട്ടൊരു യാത്രക്ക് ഇറങ്ങിയിട്ട്. അത് തന്നെ എന്റെയും ഭയം. ആദ്യമായിട്ട് യാത്രക്ക് ഇറങ്ങിയെത്താൻ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അതൊരു അപശകുനമായിട്ട് എടുത്ത് ഇനി യാത്ര വേണ്ടാന്നങ്ങ് തീരുമാനിച്ചു കളയും. അവന്മാരങ്ങനെ പ്രശ്നക്കാരല്ലാന്ന് തോന്നുന്നു. വലത്തോട്ട് തിരിഞ്ഞു പോയല്ലോ. ഇനി നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. മുന്നോട്ട് മുന്നോട്ട്. പോലീസ് അന്വേഷണം വരുമ്പോ അവസാനം കഴിച്ച ഭക്ഷണം എവിടുന്നായിരുന്നു എന്ന് ഒരു ചോദ്യം വരും. അങ്ങനെ വന്നാ ഞാൻ വാതില് തുറന്നു കൊടുത്തതും ചെറിയ അകത്ത് കയറി ഭക്ഷണം കഴിച്ചതൊക്കെ എല്ലാവരും അറിയും. എല്ലാവരും എന്നെ കുറ്റക്കാരിയാക്കും. കണിമംഗലത്ത് നിന്ന് ഞാനും പടി ഇറങ്ങേണ്ടി വരും. ശ്ശോ. അമ്മേ, ഞാൻ ഇന്ന് ഉർവശിയോട് സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. പലപ്പോഴും അവളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ വന്നിട്ട് ക്ഷമിച്ചു. മറ്റുള്ളവരോട് അവളോട് പൊറുക്കണമെന്നും ഞാൻ പറഞ്ഞു. എന്നിട്ടും എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ? എത്ര തന്നെ തെറ്റ് ചെയ്താലും കണിമംഗലത്ത് നിന്ന് ഇറക്കി വിട്ടതും ചെറിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അമ്മേ. എന്നെ വിളിച്ചപ്പോഴൊക്കെ അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറിയച്ഛൻ ജയിലിലാണ്, എന്നിട്ട് പോലും ആരും കാരുണ്യം കാണിച്ചില്ലല്ലോ എന്ന്. ചെറിയമ്മ സ്വർണ്ണം എടുത്തതൊക്കെ ഗൗതമിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഏതൊരമ്മയും ചെയ്തു പോകുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ചെറിയമ്മയ്ക്ക് അമ്മയും മുത്തശ്ശിയും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു. പാവം, അതെന്നോട് പലവട്ടം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അമ്മ ഇറക്കി വിട്ടതും ഒരിക്കലും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചത്താലും കണിമംഗലത്ത് കിടന്ന് ചാവൂന്ന് ചെറിയമ്മ പറഞ്ഞിരുന്നു.